Download now CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും നവോദയയുടെ പ്രിപ്പറേഷൻസ് ആണ്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് പരമാവധി പോർഷൻസ് എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. ഇപ്പം നിങ്ങളെ മെന്റൽ എബിലിറ്റി ഒക്കെ നമുക്ക് എന്താ പറയുക, സ്കൂൾ തുറന്നിട്ടായാലും നമുക്ക് വലിയ തലവേദനയായിട്ട് വരില്ല. പക്ഷേ മാത്സ് നമുക്ക് കുറച്ചിട്ട് ടെൻഷൻ ഉള്ളതാണ്. സോ ഞാൻ പറയുവാണ് എങ്കിൽ മാത്സിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാത്സിൻ്റെ പല പല കോൺസെപ്റ്റുകളും മനസ്സിലാവും. ഇപ്പോൾ ആകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും അല്ലേ, 1 മണിക്കൂർ പഠിക്കുന്നു, പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നു, പിന്നെ നമ്മളൊന്ന് പഠിക്കുന്നു. അപ്പം നമുക്ക് ടൈം ഉണ്ടാവും. സോ അങ്ങനെ നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 4ലേക്കാണ് വരുന്നത്, ലാസ്റ്റ് പാർട്ടിലേക്ക് വരുവാണ്. ഓക്കെ, അപ്പം എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഈ ഒരു ഫോട്ടോയിൽ വരാനായിട്ട് ആഗ്രഹിക്കുക. അതിലേറെ നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. പേരൻസ് പൊക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നതല്ല. അവിടെ പോയി കഴിഞ്ഞാൽ അത്രയേറെ ഫെസിലിറ്റീസ്, നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളികൾ, സ്പോർട്സ്, ആർട്സ് എല്ലാത്തിലും നിങ്ങൾക്ക് ചേരാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ വേറൊരു സ്റ്റേറ്റിൽ പോയി പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. എന്നിട്ട് 10 തിരിച്ചു ഇവിടെ തന്നെ വന്ന് പഠിക്കാൻ പറ്റും. അവിടെ നിൽക്കണമെന്നില്ല, 10 ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും. വേണമെങ്കിൽ പോയാൽ മതിയിട്ട് നിർബന്ധമില്ല. അപ്പം വേറൊരു സ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെയുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു ഡൗട്ട് ഉണ്ട്, 9ാം ക്ലാസ്സിൽ ചെന്നിട്ട് അവിടെ ഞങ്ങൾ ഇതേപോലെ സ്കൂളിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും? അല്ല, നിങ്ങൾക്ക് അവിടെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും അവർ അവിടെ തരുന്നുണ്ട്. അതിന് വേണ്ടിയാണ് നിങ്ങൾ ഒരു സ്റ്റേറ്റിലേക്ക് വിടുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് അടുത്ത ബാലൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത് പേപ്പർ ഫോൾഡിംഗ് ആയിരുന്നു. അപ്പോൾ പേപ്പർ ഫോൾഡിങ്ങിന്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ, ഒരു പേപ്പർ ഉണ്ടായിരുന്നു സ്ക്വയറിലെ, അതിനെ മുകളിലോട്ട് മടക്കിയതിന് ശേഷം അതിനെ ലെഫ്റ്റിലേക്ക് മടക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് ആ പോർഷനെ അവരങ്ങ് എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ വരണ്ടേ. ഇനി ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോഴോ, ഇതിലേക്ക് വരുവാണ്. ദെൻ ഇവിടെ ഒരു സർക്കിൾ, ഇവിടെ ഒരു സർക്കിൾ കേട്ടോ. ഈ ഒരു രീതിയിൽ രീതിയിലായിരിക്കും നിങ്ങൾക്ക് വരും. അത് കറക്റ്റ് സർക്കിൾ ആയിട്ടാട്ടോ. സാർ അങ്ങനെ ആദ്യം വരച്ചത് കൊണ്ടാണ് അത് വരാത്തത്. ലൈൻസ് ചിലപ്പോൾ കൊടുക്കണമെന്നില്ല, ലൈൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇവിടെ ലൈൻസും ഉണ്ടാവും. അപ്പൊ നോക്കിക്കേ, ഏതാണ് നമുക്ക് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡിങ്ങിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരു പേപ്പർ തന്നിട്ടുണ്ട്. ആ പേപ്പറിനെ എന്താ ചെയ്തിരിക്കുന്നത്, സൈഡിലേക്കാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ. ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ട് റൈറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ തന്നെ ഒരു പേപ്പർ കിട്ടി. അതിനെ എന്ത് ചെയ്തു, അവർ മുകളിലോട്ടാണ് മടക്കിയിരിക്കുന്നത്. മുകളിലോട്ട് മടക്കിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പാർട്ടിന്, അത് റൈറ്റ് സൈഡിലാട്ടോ ഇരിക്കുന്നത്, റൈറ്റിലെ പാർട്ടിൽ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു. ഇനി നമ്മൾ നോക്കുക, ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനെ ലെഫ്റ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ലെഫ്റ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ എന്താവും, ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആവും. ഈ റൗണ്ട് ഇവിടെയും വരും. അപ്പൊ ഇങ്ങനൊരു ഓപ്ഷൻ എവിടെയുള്ളത് നോക്കുക. ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ നമുക്ക്? ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, പക്ഷെ ഡോട്ട്സ് അടുത്തടുത്താണ്. നമുക്ക് ഡോട്ട്സ് അടുത്താണോ? ഒരെണ്ണം ഈ സൈഡിലും ഒരെണ്ണം ഈ സൈഡിലും അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് വിഷ്വലൈസേഷൻ ആണ് കേട്ടോ. സ്പേസ് വിഷ്വലൈസേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വരുന്നത് 3 പടങ്ങൾ അല്ലെങ്കിൽ 4 പടങ്ങൾ തന്നിട്ടുണ്ടാവും. ഇത് ചേർത്ത് വെച്ചാൽ എന്ത് വരും, അതും ഒരു പസിൽ തന്നെയാണ്. അപ്പൊ ഇതിനെ ഞാൻ 1 2 3 എടുക്കുവാണ്. 3 പടവേ ഉള്ളൂ. 1 2 3 1 2 3 1 2 3 1 2 3 4 5. ഇവിടെ 5 ആൾക്കാരുണ്ട്. സോ അത് ആദ്യമേ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി നോക്കുക, നമുക്കിത് ഒരു ഇച്ചിരി കേർവ്ഡ് ആയിട്ടാണ്, കറക്റ്റ് ട്രയാങ്കിൾ അല്ല. പക്ഷെ ഇവിടെ ട്രയാങ്കിളാ, ഇവിടെയും ട്രയാങ്കിളാ. അപ്പൊ ഇത് രണ്ടും എന്താ, ക്യാൻസൽ ചെയ്യാം. സോ 1 2 and 3 നമുക്ക് ആൻസർ ചെയ്ത് കിട്ടും. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
അതിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 എണ്ണം ഉള്ളത്. 1 2 3 1 2 3 1 2 3 1 2 3 എല്ലാം 3 ആണ്. അപ്പൊ നോക്കിയേ ഈ ഷേപ്പിനെ 1 2 എന്ന് ഞാൻ കൊടുക്കുവാണ് കേട്ടോ. 1 2 3 എന്ന് ഞാൻ കൊടുക്കുകയാണ്. 1 2 3 എന്ന് ഞാൻ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ നോക്കിയേ എ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 പാർട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച് നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഇല്ല, 2 3 ഇല്ല. സോ ഇത് പറ്റില്ല. ഇവിടെ 1 2 3 ഉണ്ട്. നമുക്ക് വേറെ ഉണ്ടോ നോക്കണം. ഇവിടെ പറ്റില്ല, ഇവിടെയും പറ്റില്ല. സോ നമുക്ക് ആൻസർ ബി ആയിരിക്കും. കണ്ടോ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ ഇവിടെയും 3 ഫിഗർ തന്നെയാണ്. എല്ലായിടത്തും 3 ഫിഗർ ആണുള്ളത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന് 1 2 3 എന്ന് കൊടുക്കുക. 1 എന്ന് പറയുന്നത് വലിയ ഒരാളാണ്, ഇവിടെ ചെറുതാ, ഇവിടെ ഇല്ല, ഇവിടെ എന്താണ് ചെറുതായിട്ടാ. സോ ഇവിടെ നോക്കിക്കേ, ഇത് 1 ഇത് 2 ഇത് 3. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനും സ്പേസ് വിഷ്വലൈസേഷന്റെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, 1 2 3 4. ഇതിൽ 3നെ നമുക്ക് എടുക്കാം, അതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പറയുമ്പം ഈ ഒരു ഷേപ്പ് മാറിപ്പോയി. അവിടെ തന്നെ 1 2 3 4 5 ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമുക്ക് വരൂല. ദെൻ ഇവിടെ നോക്കിക്കേ, 1 2 3 4, ഇവിടെ 4 ഉണ്ട്, 5 6 7 ആൾക്കാരുണ്ട്. അത് നമുക്ക് വരൂല. ഇവിടെയാണെങ്കിൽ 1 2 3 4 ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഷേപ്പ് ഉണ്ടോ എന്ന് നോക്കിയേ, 3 ഉണ്ടോ? ഇല്ല, അപ്പോൾ അതുമില്ല. ഇവിടെ 3 ഉണ്ട്, 1 2 4. കണ്ടോ, ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ കേട്ടോ. ദെൻ അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പോർഷനാണ് നമ്മൾ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ. നമ്മൾ ആദ്യമേ ഓഡ് മാൻ ഔട്ടിനെ നോക്കിയെങ്കിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്ന ഓപ്ഷനിലേക്ക് വരുവാണ്. അതാണ് നമ്മുടെ എംബഡഡ് ഫിഗർ എന്ന് വരും കേട്ടോ. എംബഡഡ് ഫിഗറിൽ വരുമ്പോൾ ഈ ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കുക. എവിടെയാണെന്ന് നോക്കുക. വി ഷേപ്പ് മിക്ക എല്ലാത്തിനും ഉണ്ട് അല്ലേ, വി ഷേപ്പ് വരുന്നുണ്ട്. ദെൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകണം, ഇവിടെയുണ്ട്. പക്ഷെ ഇതിന് താഴത്തേക്കില്ല, ഇതിനൊന്നുമില്ല. സോ ഓപ്ഷൻ ബിയും സിയും ഡിയും ക്യാൻസൽ ആക്കിയാൽ നമുക്ക് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ. ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ദെൻ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺ ഷേപ്പും വിയും ആണ്. ഇവിടെ വി ഉണ്ട്, പക്ഷേ നമുക്കൊരു കറക്റ്റ് കോൺ ഷേപ്പിലേക്ക് വരുന്നില്ല, ഇതേപോലെ വരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിക്കത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോകുന്നു. കണ്ടോ, കറക്റ്റ് ഓപ്ഷൻ ബിയിൽ ആൻസർ നമുക്ക് കിട്ടും. ഓപ്ഷൻ ബിയിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ വരുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇസിഡ് തന്നിട്ടുണ്ട്, പക്ഷെ ഇസിഡിന് കുറച്ച് ലൈൻസും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇസിഡ് വരാൻ ചാൻസ് ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, പക്ഷെ ലൈൻ ഇല്ല. സോ ബി വരില്ല. അപ്പൊ എയിൽ തന്നെയുണ്ട്. നോക്കിയത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു വന്നു, ഇതിന്റെ ഹാഫ് വരെ പോയാൽ മതി. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് എംബഡഡ് ഫിഗറിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, എസ് എന്ന് പറഞ്ഞ് കേർവ്ഡ് ആയിട്ടല്ല, സ്ട്രെയിറ്റ് ലൈൻസ് തന്നെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വരില്ല. ഇവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. കണ്ടോ, ഓക്കെ, നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. ഇവിടെ വരത്തില്ല, കാരണം ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്ന ആളില്ലല്ലോ. സോ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ബിനെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ നമ്മുടെ CC+ൽ നവോദയ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്. കാണാത്തവരാണ് എങ്കിൽ ഇനി മുതൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത സിലബസ് അപ്ഡേഷൻ മുതൽ സീറ്റ് അറേഞ്ച്മെന്റ് എന്താണ്, നവോദയയിലെ സീറ്റിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും ഉള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 6th സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് 9496949929 നമ്പറിൽ വിളിച്ച് എൻക്വയറി എടുക്കുക. അപ്പോൾ അവർ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമ്മളിവിടെ നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.